ഫാമിലി ആയിട്ട് പോകാൻ കാണാൻ പറ്റുന്ന നല്ല പടം. അടിപൊളി പടം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഫാമിലി തിരിച്ചു വരാൻ പോകുന്ന സിനിമയായിരിക്കും. ഫാമിലി തിയേറ്ററിലേക്ക് കൂട്ടത്തോടുകൂടി വരാൻ പോകുന്ന സിനിമയായിരിക്കും. പടം എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ബേസിലൊക്കെ എങ്ങനെയുണ്ട്? ആർത്തോ ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ അടിപൊളി. ബേസിലൊക്കെ ആർത്തോ? ബേസിൽ പൊളിച്ച് പടത്തിനേക്കാളും ബേസിലിന്റെ പ്രകടനം. ചേച്ചി പടം എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് എൻ്റർടൈൻ ചെയ്യണോ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? അടിപൊളി പടം. അടിപൊളി മസ്റ്റ് വാച്ച്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. പടം എങ്ങനെയുണ്ട് ചേട്ടാ? ഓരോ പടം ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം ഉണ്ടായിരുന്നു? അതൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ. അങ്ങനല്ല, അതായത് ആ മൂവി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പേരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് സിനിമയ്ക്ക്. പേര് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല സിനിമയായിട്ടുള്ള. നമ്മൾ കയറി മന്മാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പക്ഷെ സിനിമ കണ്ടാൽ മനസ്സിലാവും ആ പേരുമായിട്ട് എത്ര കണക്ഷൻ ഉണ്ട്. ആ ബേസിന്റെ ആസ് യൂഷ്വൽ സാധനങ്ങൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ട്, പക്ഷെ ലാസ്റ്റൊക്കെ ആയൊരു ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജിൻ ഗോപുക്ക് ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി. കോമഡി എന്നല്ല, നമ്മളിപ്പോൾ പണ്ട് കാണുന്ന കുറെ ഒരു ഫീൽ ഗുഡ് മൂവീസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു മൂവിയാണ്. ഓക്കെ, നല്ല അടിപൊളി സിനിമ. പടം ഗംഭീര പടമാണ്. കാരണം ബേസിൽ ജോസഫിൻ്റെ സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു കോമഡി ആ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം ഈ സിനിമയ്ക്കകത്ത് തന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നമ്മൾ ഉള്ള സമയത്ത് കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് നമ്മൾ പോരാടുക എന്ന് പറയുന്നത്. അത് ഏതൊരു മിഡിൽ ക്ലാസ് ആ ബേസിൽ ഈ സിനിമയ്ക്കകത്ത് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ജോലി വെച്ച് മാത്രമല്ല, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു സാധാരണ ജോലി ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു സംഭവം അത് തന്നെയാണ്. ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ബാക്കി സമയത്ത് പോരാടുക. അതുപോലെ തന്നെ സ്വർണം, പൊന്ന്, എങ്ങനെയാണ് കുടുംബബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ പല മെസ്സേജുകളുണ്ട്. എന്നാൽ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ നല്ല രസകരമായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. അതിപ്പോൾ സജിൻ ഗോപു ആണെങ്കിലും ബേസിലാണെങ്കിലും ലിജോ മോളാണെങ്കിലും പിന്നെ ലിജോ മോളുടെ ബ്രദറായിട്ട് അഭിനയിച്ചതാണെങ്കിലും എല്ലാവരും ഈ സിനിമയിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. കറക്റ്റ് റൺ ടൈമാണ് 2 മണിക്കൂർ. യാതൊരു ലാഗും ഇല്ല. അടുത്ത സെക്കൻഡ് എന്താണ് സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും പിന്നെ ഒരു എന്താ പറയുക, ഒരു അണ്ടർഡോഗ് സ്റ്റോറി, ഒരു സാധാരണക്കാരൻ്റെ ഒരു വിജയം. നമ്മൾ സ്ക്രീനിൽ എപ്പോഴും വിജയങ്ങൾ സമ്മാനിച്ചാണ് അങ്ങനെയുള്ളൊരു സ്റ്റോറി. ആ ഒരു സ്റ്റോറി ലൈനാണ് ഈ സിനിമയ്ക്കും പിന്തുടർന്ന് രസകരമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ബേസിലിൻ്റെ ജനപ്രിയ താരം എന്ന് വിളിക്കുന്ന ബേസിൽ ഇതിനിടയ്ക്ക് പറഞ്ഞു കുറേ വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ പടിപടിയായിട്ട് ബേസിൽ ആ ഒരു സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര സിനിമയാണ്, ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും. സിനിമ ഗംഭീരമായിട്ടുണ്ട്. ഇമോഷണലി ഭയങ്കരമായിട്ട് ലോക്കാവുന്ന ഒരു മൂവിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലി സ്റ്റോറി ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു ത്രില്ലർ ജോണറൊക്കെ കാണുന്ന ആംഗിളിൽ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഇങ്ങനെ വിടാതെ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ക്യാരക്ടേഴ്സും ഓരോ സിറ്റുവേഷൻസും ഇത്രയും മനോഹരമായി ടാക്കിൾ ചെയ്തൊരു ഫാമിലി മൂവി റീസെൻറ്റ് ടൈംസിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർഫോമൻസ് എക്സലൻ്റ് ആണ്. നമ്മുടെ ബേസിലിൻ്റെ ആയാലും ലിജോ മോൾ ആയാലും സജിൻ ഗോപു, ആനന്ദ് മൻമഥൻ എല്ലാവരും. സജിൻ ഗോപു ബേസിൽ ആ കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കരമായിട്ടുണ്ട്. ആ കോംബോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു എക്സലൻറ്റ് വർക്കാണ്. കാരണം ബേസിലിൻ്റെ ഒരു ഇന്നസെൻസും ആ ഒരു സാധനവും സജിൻ ഗോപുവിൻ്റെ എനിക്ക് തോന്നുന്നു അംബാനിൽ നിന്ന് ഇങ്ങനൊരു പകർന്നാട്ടം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഭയങ്കരമായിട്ടുണ്ട്. ഞാനതിലൊരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, സുൽഫി സഖാവ് എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമായിട്ടുണ്ട് മൂവി. നമ്മൾ ഡബിങ് കഴിഞ്ഞിട്ട് നമ്മൾ മൂവി കാണുമ്പോൾ ഇത്രയ്ക്ക് ഫെൽറ്റായൊരു മൂവിയാണെന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. 100%. ഇതൊരു 100% ഫാമിലി മൂവിയാണ്. ഒരു വലിയ സബ്ജക്റ്റ് ഒരു ഡിഫറെൻറ്റ് ജോണറിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ. മൂവി മൊത്തം കണ്ടു കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുക.